ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കോളിൽ പറഞ്ഞാണ് പറഞ്ഞത് ബാറ്ററി ചാർജ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, കാരണം ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോൾ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി മൊത്തത്തിലൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ ക്രാങ്ക് ബെൻഡ് അലൈൻമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിന് സൗണ്ട് വ്യത്യാസം വന്നത് തന്നെ ക്രാങ്ക് അലൈൻമെൻറ്റ് പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ബെൻഡ് പുറമേ നിന്ന് അലൈൻ ചെയ്ത് വിടുന്ന ദിവസമാണ് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഓവർ റൈസിംഗ് ആണ്, അതിൻ്റെ കേബിളുകൾ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും മാറ്റിയിട്ടാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചൊക്കെ നോക്കി കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ക്രാങ്ക് അലൈൻമെൻറ്റ്, ക്രാങ്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഈ വന്ന ഷാഫ്റ്റാണ്, അതിൻ്റെ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരുമ്പോൾ ഈ വീല് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മുടെ മെയിൻ കംപ്ലൈൻറ്റ്. നിലവിൽ ഇപ്പോൾ നമ്മൾ അലൈൻ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി വെച്ചതിനാണ്, അലൈൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരും ഇത്, കാരണം ഞാൻ മാസ്റ്റർ എഡ്ജ് കോമൺ ആയിട്ട് കാണിക്കുന്നത് കംപ്ലൈൻറ്റാണ്. മാസ്റ്റർ എഡ്ജിലും ഡ്യൂറ്റിലും ഉണ്ട് ഈ പ്രോബ്ലം. അപ്പോൾ റിപ്പീറ്റ് വീണ്ടും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അങ്ങനെ വന്നാൽ പോലും ഇപ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി വെച്ചാൽ പോലും ചില കേസിൽ വന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി പറഞ്ഞ് ചെയ്യാൻ പറ്റിയ വർക്കല്ല മാസ്റ്റർ എഡ്ജിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക്. തൽക്കാലം അതുകൊണ്ടാണ് നമ്മൾ അലൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ദിവസം അലൈൻ ചെയ്ത് തൽക്കാലം റീസെറ്റ് ആക്കാം. പിന്നെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതിൻ്റെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. നമുക്ക് 2023 ബാറ്ററിയാണ്. ഞാൻ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും മാറിയിട്ട് ദിവസം വെച്ചാൽ വണ്ടി ഓവർ റേസിങ്, നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായ രീതിയിൽ റേസ് ആയതുകൊണ്ടാണ് അത് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. ബാറ്ററി കൂടി ഒന്ന് ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം ബാറ്ററി ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.